കർത്താവ് തെരുവീതിയിൽ നിന്നുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. മാർക്ക് സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതവും മത നേതാക്കന്മാരും 613 നിയമങ്ങളും 10 കൽപ്പനകളും അണയാത്ത അക്തിയും അൾത്താരകളും യാഗയോഗാദികളും തർപ്പണങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് മശികനാഥൻ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഉച്ചൈസ്വരം ഉദ്ഘോഷിച്ചത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അന്നുവരെയും ഗോസ്പൽ, സുവിശേഷം എന്ന് പറയുന്ന ഒരു പദം ലോകം കേട്ടിട്ടില്ല, യഹൂദ മതം കേട്ടിട്ടില്ല, യഹൂദ മത അനുസാരികൾ കേട്ടിട്ടില്ല. ആ കാലഘട്ടത്തിലെ യവനന്മാരോ അവിടെയുള്ള യാതൊരു വ്യക്തികളും കേൾക്കാത്ത ഒരു പുതിയ സന്ദേശം, ഒരു പുത്തൻ അറിവ് മശികയാണ്, യേശുതമ്പുരാനാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് അത് പ്രസംഗിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർഗദർശനമാണ് കർത്താവ് അതിലൂടെ വിഭാവന ചെയ്തത്. ആ നിലയിലുള്ള ഒരു മനോഭാവം നമുക്കുമുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ജനനം അറിയിച്ചുകൊണ്ട് സ്വർഗോന്നതങ്ങൾ തുറന്നു കേട്ട അനുഗ്രഹീതമായ സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതും ഒരു സുവിശേഷത്തിന്റെ പദമാണ്. സ്വർഗോന്നതങ്ങളിൽ നിന്നാണ് അത് ഉയർന്നു കേട്ടത്. പറഞ്ഞു തുടങ്ങിയത് സ്വർഗമാണ്. എന്താ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്ദേശം. അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയെന്നോ ഹിന്ദുവിന് വേണ്ടിയെന്നോ മുസൽമാന് വേണ്ടിയെന്നോ ഒന്നുമല്ല, ലോകത്തിലുള്ള സർവ്വമാനവ സമൂഹത്തിനും വേണ്ടി സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് സുവിശേഷം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതിന്റെ പുറകിലൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട എന്നുള്ളത്. 2 പ്രാവശ്യം 2 പേരുടെ ജനനത്തിന് മുന്നോടിയായിട്ട് അറിയിക്കപ്പെട്ട വാക്കാണ് ഭയപ്പെടേണ്ട. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 1:10 ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ, യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് മുന്നോടിയായി സ്വർഗത്തിൽ നിന്ന് ഭയപ്പെടേണ്ട സക്കരിയാവിനോട്. രണ്ടാമത് ഭയപ്പെടേണ്ട എന്നുള്ളതായ ആ ആട്ടിടയന്മാരോട് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. കാരണം എന്താ? നീണ്ട 400 വർഷങ്ങള് 4 സാമ്രാജ്യങ്ങള്, ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം. There is no comments from God. ദൈവത്തിൽ നിന്ന് യാതൊരു അരുളപ്പാടുകളുമില്ല. യാഗയോഗാദികളും തർപ്പണങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. അണയാത്ത അക്തിയും അൾത്താരകളും അവിടെ പുരോഹിതന്മാരിങ്ങനെ നിന്നുകൊണ്ട് യാഗകർമ്മങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൽ നിന്ന് യാതൊരു അരുളപ്പാടുമില്ല. മലാക്കി പ്രവചനത്തിന് ശേഷമുള്ള 400 വർഷങ്ങള് ഡാർക്ക് ഏജ് എന്ന് വേദപണ്ഡിതന്മാര് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട 400 വർഷങ്ങള്. യാതൊരു അഭിപ്രായം ദൈവത്തിൽ നിന്നില്ല. കർമ്മകാണ്ഡങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധമായ ആൻസറും ദൈവത്തിൽ നിന്നില്ല. ഞാനെന്ന് പറയട്ടെ, നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ ആലോചന എന്തെന്ന് മനസ്സിലാക്കുവാൻ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ, സ്വർഗമേ ദൈവമേ എന്നോട് അരുളി ചെയ്യണമേ. എന്റെ ശുശ്രൂഷയ്ക്ക് അങ്ങ് അടിവരയിടുന്നുണ്ടോ? എന്റെ ശുശ്രൂഷയെ അങ്ങ് ആലിംഗനം ചെയ്യുന്നുണ്ടോ? എന്റെ ശുശ്രൂഷയെ അങ്ങ് ആദരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനത്തോടുകൂടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഭയത്തിനടിമപ്പെട്ട് നിരാശയ്ക്കടിമപ്പെട്ട ഊർസലേമിന്റെ പരിസരങ്ങളിലൂടെ ഉള്ള ജനതയ്ക്ക് ഒരു സ്നേഹത്തിന്റെ സന്ദേശമായിരുന്നു സ്വർഗത്തിൽ നിന്ന് കേട്ടത്. നമ്മുടെ ജീവിതത്തിലും ജനം ഭയത്തിനടിമപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം, ടെക്നോളജികൾ വികസിച്ചു. IT, BT, NT, നാനോ ടെക്നോളജി, ഇൻഫോർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, ടെക്നോളജികളുടെ ഒരു കാലമാണ്. ഇസങ്ങൾ ഒത്തിരി പുരോഗതി പ്രാപിച്ചു, ശാസ്ത്രം ഒത്തിരി പുരോഗതി പ്രാപിച്ചു, മതങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക, സഭകൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വഴി ഏതെന്നറിയാതെ ഒത്തിരി പേരിങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഭയപ്പെടേണ്ടെന്ന് പറയുവാനുള്ള ആത്യന്തികമായ അവകാശം നമ്മിൽ നിക്ഷിപ്തമാണ്. കാരണം ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ് നാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവനിലുള്ള അഭിഷേകം നമ്മിൽ നിറഞ്ഞു കവിയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തോട് ഭയപ്പെടേണ്ട, ഡു നോട്ട് അഫ്രൈഡ്, ഇത് പറയാനുള്ള പവർ നമ്മളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നാളുകളിൽ ധീരതയോടെ കർത്താവിന് വേണ്ടി കൈകോർക്കാം. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സമയത്തിന്റെ വളരെ പരിമിതിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞ് വേഗം പോകുകയാണ്. ഇവിടെ കാണുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. ഏത് യോഹന്നാനാണ് എന്ന് നമുക്കറിയാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ദ ഫോർ റണ്ണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാള് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമായിട്ട് അയക്കുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ ആ പരമമായ സത്യത്തെ വിളിച്ചറിയിക്കുവാൻ ദൈവം ഒരു ദൂതനെ ക്രമീകരിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠമുണ്ട്. ഏത് കാര്യം ദൈവം ചെയ്യുമ്പോഴും അതാരോടെങ്കിലും ആലോചന പറയാതെ ദൈവം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അബ്രാഹാമിനോട് നിരവധി കാര്യങ്ങളാണ് വലിയവനായ ദൈവം പറഞ്ഞത്. തന്റെ സ്നേഹിതൻ എന്നാണ് അബ്രാഹാമിനെ സംബോധന ചെയ്തത്. ആ കൽദയ പട്ടണമായ ഊർ ദേശത്ത് വിഗ്രഹം വിറ്റ് ജീവിച്ച അബ്രാഹാമിനെ വിഗ്രഹത്തിന്റെ ആ കൂടാര പണികളിൽ നിന്ന് ജീവിതത്തിന്റെ അനുഗ്രഹീതമായ പാന്താവിലേക്ക് വിളിച്ച് മനോഹരമായ കനാൻ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പാടാനൊരു പുത്തൻ പാട്ടും പാർക്കാനൊരു മുന്തിരിത്തോപ്പും. മക്കളില്ലാത്ത അബ്രാഹാമിന്റെ ജീവിതത്തില് മക്കളെ കൊടുത്തുകൊണ്ട് പാർക്കാൻ മറ്റൊന്നുമില്ലാതെ വിഗ്രഹത്തിന്റെ കൽദയ പട്ടണമായ ഊർ ദേശം മനോഹരമായ 25 ഹെക്ടർ വരുന്ന വിഗ്രഹങ്ങളുടെ നാടുവിട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ച നാളുകളുണ്ട്. ഞാൻ ഇത്രയും കാലം പലവിധമായ ദൈവങ്ങളെ ആരാധിച്ച് ജീവിച്ചു. തേജോമയനായ ഒരു ദൈവത്തിന്റെ രൂപം ഞാൻ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ശബ്ദമേ കേട്ടിട്ടുള്ളൂ. ഈ ദൈവത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കിടക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും, സ്വന്തക്കാരുറ്റവരുടയവര് മക്കള് എന്ന് വേണ്ട ഇവരെല്ലാം എന്നെ കുറിച്ച് എന്ത് വിധി എഴുതും? എന്നാൽ ഭയപ്പെട്ടില്ലേ അബ്രാഹാം. കാരണം ദൈവത്തിന്റെ കൂട്ടുകാരനായി ദൈവത്തിന്റെ മനസ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പരമകാരുണികനായ ദൈവത്തിന്റെ ഇമ്പസ്വരം തന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ തക്കവണ്ണം ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ് അബ്രഹാമിന്റെ ജീവിത വിജയം. അപ്പോൾ അങ്ങനെ ദാവീദിനോട് എന്ന് വേണ്ട, നിങ്ങൾ പരിശോധിച്ചു നോക്കുക. തിരുവെഴുത്തിൽ ഓരോ കാര്യം ദൈവം ചെയ്യുമ്പോഴും ചില ദൂതന്മാരെ അയക്കുന്നു, അല്ലെങ്കിൽ മറ്റു ചിലരോട് അത് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇവിടെ ഒരു ദൂതനെ അയക്കുക, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുന്നോടിയായിട്ട് ഒരു ദൂതനെ അയക്കുകയാണ്. അതാണ് ഈ പറയുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമുക്കറിയാം, ഇദ്ദേഹത്തെ കുറിച്ച് മലാക്കി പ്രവചനത്തിലും യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിലൊക്കെ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, ഈ മരുഭൂമിയിൽ നമ്മുടെ ദൈവത്തിന് പാതയൊരുക്കുവിൻ, നമ്മുടെ കർത്താവിന് പെരുവഴി നിരപ്പാക്കുവിൻ എന്ന് വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ ശബ്ദം. ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു, മലാക്കി പ്രവചനം 3-ാം അധ്യായം. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കടന്നു വന്ന വ്യക്തിത്വമാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അങ്ങനെ എങ്കിൽ ഈ പരമകാരുണീകനായ ദൈവം നമ്പുരാൻ രണ്ടാമത് വാനമേഘത്തിൽ രാജാതിരാജാവായി ഒലിവുമലയിൽ അവന്റെ കാൽപാദങ്ങൾ പതിയുവാനായിട്ട് പോകുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവങ്കിലേക്കുള്ള പ്രത്യാശയുടെ നാൾവഴികള് ദൈവം വെട്ടിത്തുറക്കുകയാണ്. തന്നിൽ വിശ്വസിക്കാത്തവർക്ക് നിത്യനരകത്തിന്റെ ന്യായവിധിയിലേക്കും അവിടെ വകഞ്ഞു മാറ്റപ്പെടുക ഇരുഭാഗങ്ങളായിട്ട്. ആ സന്ദേശം ആരില പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മിലാ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മയാണ് അതിന്റെ ദൂതന്മാരായിട്ട്, അതിന്റെ പ്രഘോഷകരായിട്ട്, അതിന്റെ പ്രചാരകരായിട്ട്, അതിന്റെ വക്താക്കളായിട്ട് പരമകാരുണികനായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെയാണ്. യെസ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമുക്ക് പറയാനൊരു സന്ദേശമുണ്ട്. മറ്റ് നമ്മുടെ ബ്രദറൻ സഭയുടെ മഹത്വമോ, നമ്മുടെ ഏതെങ്കിലും കൂടിവരവിന്റെ മഹത്വങ്ങളോ, നമ്മുടെ പേഴ്സണൽ ഐഡന്റിറ്റിയോ, നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങളല്ല നമുക്ക് ഡിക്ലെയർ ചെയ്യാനുള്ളത്. നമുക്ക് ലോകത്തോട് പറയാനൊന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഈ അതിവിശുദ്ധ വിശ്വാസം എന്റെ പ്രസംഗത്തിന്റെ പ്രമേയവും എന്റെ വിശ്വാസത്തിന്റെ വിഷയവും എന്റെ ആരാധനയുടെ മൂർത്തിയുമായ മശിഹനാഥൻ, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മശിഹനാഥൻ, അവന്റെ കാൽപാദങ്ങൾ ഒലിവുമലയിൽ പതിയുന്നൊരു നാളുണ്ട്. അന്ന് ലോകമേ നിന്നെ ന്യായം വിധിക്കും. അതുകൊണ്ട് നിന്റെ ജീവിതകാലത്ത് ഈ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ സുവിശേഷത്തെ രക്ഷകനും നാഥനുമായി നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുക എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ദൂതന്മാരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. അത് മനസ്സിലാക്കുവാനുള്ള കൃപ വലിയവനായ ദൈവം നമുക്ക് നൽകട്ടെ. ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അയച്ചു, ദൈവം അയച്ചിട്ടാ വന്നേ. ചുമ്മാ ചാടി കയറി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല.
നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മിനിസ്റ്ററി ചെയ്യുവാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല. എന്റെ ദൈവം എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തില് ദൈവം എന്നോട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് ആലോചന ചോദിക്കുക. എന്റെ കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. അങ്ങ് പറയുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല കർത്താവേ, ഞാൻ ചെയ്യുന്നില്ല കർത്താവേ എന്റെ കർത്താവിന്റെ സന്നദ്ധിയിൽ തീരുമാനിക്കുവാനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ദൈവം അയച്ചു. ദൈവം അയക്കാതെ വന്നവര് തിരുവഴുത്തിൽ ധാരാളം പേരുണ്ട്. ഇസ്രായേലിന്റെ ഫസ്റ്റ് കിങ്, ആദ്യത്തെ രാജാവായ ശൗലിനെ വാസ്തവമായിട്ട് നമുക്കറിയാം ശല്യം ചെയ്ത്, ഇസ്രായേൽ ജനം ശല്യം ചെയ്ത്, ഞങ്ങൾക്കൊരു രാജാവിന് വേണം, ഞങ്ങൾക്കൊരു ലീഡറെ വേണം, ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ ദൈവം അവർക്ക് രാജാവിനെ കൊടുത്തു. ഏതാൾക്കൂട്ടത്തിലും സുന്ദരനായ മനുഷ്യൻ, ഏതാൾക്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാലും പുള്ളിയുടെ തോളിന്റെ അടുത്ത് മറ്റുള്ള ആളുകളുള്ളൂ. അത്രമാത്രം സുന്ദരനായ മനുഷ്യൻ. ബാല്യകാലത്തിൽ കഴുതയെ കാണാതെ പോയപ്പോൾ, കഴുതയെ അന്വേഷിച്ചു പോകുമ്പോൾ പ്രവാചകന് കൊടുക്കാനായിട്ടൊന്നും കയ്യിലില്ലല്ലോ എന്ന് ചിന്തിച്ച അത്രമാത്രം നല്ല കാഴ്ചപ്പാടുള്ള സുന്ദരനായൊരു മനുഷ്യൻ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്. പക്ഷെ തന്റെ അന്ത്യം എങ്ങനായിരുന്നു നമുക്കറിയാം. വാളിന്മേൽ വീണു, എന്നിട്ടും മരിച്ചില്ല. അവസാനം വെട്ടിക്കൊന്നു കുറെ പേര് കൂടി. അങ്ങനെ ഫസ്റ്റ് കിങ്, ആ ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗൽ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഹോശേയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാനൊരു കോപത്തിൽ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു, ഞാൻ എന്റെ ക്രോധത്തിൽ അവനെ മാറ്റിക്കളഞ്ഞു. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാവിന്റെ പുസ്തകം 34:16 വായിക്കുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനോടൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ ആത്മാവല്ലോ കുട്ടിവരുത്തിയത്, അവന്റെ വായല്ലോ സംസാരിച്ചത്. അപ്പോൾ ഹോശേയ പ്രവചനത്തിൽ പറയുന്ന അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടല്ല രാജാവായിട്ട് ഇസ്രായേലിന് വേണ്ടി ശൗലിനെ കൊടുത്തത്. പിന്നെയോ ഈ ജനത്തിന്റെ ആ സഖികെട്ട വർത്തമാനങ്ങള്, പെരുമാറ്റങ്ങൾ കണ്ടപ്പോൾ ദൈവം എന്നാൽ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ അവൻ കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ ഭരണത്തിലും അവന്റെ ജീവിത വീക്ഷണത്തിലുമൊക്കെ തെറ്റുകൾ വന്നു. ആ ശമൂവേൽ വരാനായിട്ട് താമസിച്ചപ്പോൾ അവൻ തന്നെ രാജാവാണ്. അവൻ യാഗം കഴിച്ചു, നമുക്കറിയാവുന്നതാണ്. ആ യാഗം കഴിച്ചു കഴിഞ്ഞിട്ട് ശമൂവേൽ വന്നപ്പോ ചോദിച്ചു, നീ എന്തായി ചെയ്തത്? പറഞ്ഞ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശമൂവേലിന്റെ കുപ്പായം പിടിച്ച് കീറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഭയപ്പെടേണ്ട ഒരു വസ്തുതയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശമൂവേൽ അന്ന് പറഞ്ഞു, ഇതുപോലെ നിന്റെ രാജ്യത്വം കീറിക്കളയും. ശൗലേ, നീ ഓർത്തുകൊള്ളുക, ഇതുപോലെ നിന്റെ രാജ്യത്വം കീറിക്കളയും. അങ്ങനെ തന്നെ അവന്റെ രാജ്യത്വം അവസാനിച്ചു പോയി. ഞാനിത് പറഞ്ഞത് ദൈവം അയച്ചിട്ട്, പക്ഷെ ദൈവം അയച്ചാൽ നാം പോകണം. ദൈവം നമ്മോട് നിർബന്ധിച്ചാൽ നാം പോകണം, നാം അത് ചെയ്യണം. നമ്മുടെ ഏതെങ്കിലും മഹത്വങ്ങളോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും അതിന് വിഷയമല്ല. ദൈവം തെരുവീതിയിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ തെരുവീതിയിൽ നിന്ന് പ്രസംഗിക്കുക. ചിലപ്പോൾ സ്റ്റേജിൽ പറയുന്നവരുടെ ആദരവൊന്നും കിട്ടിയില്ലെന്ന് വരാകം. കല്ലേറും ഭൂമാലയൊക്കെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. പ്രശ്നമല്ല. കർത്താവിന് വേണ്ടി ആണെങ്കിൽ അത് അഭിമാനത്തോടെ സഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇവനെ അയച്ചു. അവന്റെ പേര് യോഹന്നാൻ, അർത്ഥം യഹോവ കൃപയുള്ളവനാകുന്നു. പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്. എന്റെ പേര് തോമസ്, അതിന്റെ അർത്ഥം ഇരട്ട എന്നുള്ളതാണ്. അപ്പൊ പേരിടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. വേണ്ടാത്ത അർത്ഥങ്ങളുള്ള പേരുകളൊക്കെ ഇടാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ പേരിന്റെ അർത്ഥം തന്നെ യഹോവ കൃപയുള്ളവനാകുന്നു, യോഹന്നാൻ. ഇനി അവനെ അയച്ചത് എന്തിനാണെന്ന് അവിടെ പറയുന്നുണ്ട്, സാക്ഷ്യം പറയുവാനായിട്ട്. വിചിത്രമായൊരു കാര്യമുണ്ട്. അന്നുവരെയും ഈ യാഗയോഗാദികളും അർപ്പണതർപ്പണങ്ങളും 613 നിയമങ്ങളും 10 കൽപ്പനകളും അണയാത്യക്തിയുമൊക്കെയുള്ള ഈ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ യഹൂദ മതത്തിന്റെ ഭയങ്കരമായ സന്നാഹങ്ങളും ആ കൊട്ടാരക്കെട്ടുകളുമൊക്കെയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ആളുകൾ ഒരിക്കലും കേട്ടിട്ടില്ല സാക്ഷ്യം പറയുന്നത്. അവിടെ കുറെ ആടുകളുടെ കരച്ചിലും കുറെ കാലികളുടെ കരച്ചിലും ഇങ്ങനെയുള്ളത് മാത്രമേ യെരൂശലേം ദൈവാലയത്തിൽ നിന്നും ആ യെരൂശലേമിന്റെ തെരുവീതിയിൽ നിന്നും കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇവിടെ വിഭിന്നമായി ഒരു സന്ദേശം ലോകം കേൾക്കുവാനായിട്ട് പോകുകയാണ്. യോഹന്നാനിലൂടെ അവനോട് പറഞ്ഞു സാക്ഷ്യം പറയുവാൻ. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞാനൊരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ഫാമിലിയിൽപ്പെട്ട ചില വൈദികർ, ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. അപ്പോൾ ഫാമിലിയിൽ വൈദികന്മാരുണ്ട്. എന്റെ ചേട്ടന്റെ മക്കള് 2 പേരും പള്ളിയിലെ അച്ഛന്മാരാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞു, ഈ കൊച്ചപ്പൻ എന്നാ പറ്റിയത്?
നല്ല സുന്ദരമായിട്ട് ഈ അൾത്താരയിലൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയേണ്ടതിന് പകരം ഈ തെരുവീതിയിലൂടെ നടന്ന് ഇതുപോലെ കുറെ ആളുകളോട് കൂട്ടുകൂടിക്കൊണ്ട് ഈ വിളിച്ചു പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചൊരു കാലമുണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഏതെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യങ്ങളോ നമ്മുടെ കോളേജ് പഠനങ്ങളോ നമ്മുടെ ക്വാണ്ടിറ്റിയോ ക്വാളിഫിക്കേഷൻ അല്ല. യേശുനാഥൻ പറഞ്ഞെങ്കിൽ തെരുവീതിയിലേക്കെങ്കിൽ തെരുവീതിയിലേക്ക് അഭിമാനത്തോടെ അത് നെഞ്ചേറ്റുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്ത്യൻ ഫിലോസഫി, ക്രൈസ്തവ വീക്ഷണം നമ്മിലൂടെ പൂരിതമായിട്ട് തീരുന്നത്. ഇവിടെ യോഹന്നാനോട് പറഞ്ഞത് സാക്ഷ്യം പറയടാന്ന. ഒന്ന് ഓർത്തു നോക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ അപ്പൻ സഖരിയാവ് അബിയാക്കൂറിന്റെ ക്രമപ്രകാരം, അബിയാക്കൂർ എന്ന് പറഞ്ഞാൽ 1 ദിനവൃത്താന്തം 24:10, ദാവീദ് 24 ഡിവിഷനുകളാക്കി ഇവരെയൊക്കെ തിരിച്ചു. കുഴലൂതുന്നവര്, പാട്ടുപാടുന്നവര്, ഈ പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്നവര്, യാഗയോഗാദികൾ ചെയ്യുന്നവര് എന്ന് വേണ്ട, അവിടെ പാത്രം കഴുകുന്നവര്, ഈ ചുമട്ടുകാര്, പല സെക്ഷൻ ഉണ്ടായി. ഈ പല സെക്ഷനുകളിൽ അതിലെ 8ാമത്തെ ഒരു കൂറ് ഡിപ്പാർട്ട്മെന്റ് ആണ് അബിയാക്കൂർ. പിള്ളേർക്ക് അബിയാന്ന് പേരിടാറുണ്ടല്ലോ. അപ്പോൾ ഈ അബിയാക്കൂറിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രീസ്റ്റാണ് സഖരിയാവ്. അപ്പൊ പള്ളിയിലച്ഛന്റെ മോനാണ്. അമ്മയോ എലിസബത്ത്. അമ്മയാരാ? അഹറോന്റെ കുടുംബത്തിൽ ജനിച്ചത്. അപ്പൊ അപ്പനും അമ്മയും നല്ല പൗരോഹിത്യ കുടുംബമാ, ഉന്നതമായ കുടുംബമാ. ഈ ഉന്നത കുടുംബത്തിൽപ്പെട്ട അവരുടെ മകനായ, അതും വർഷങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അങ്ങനെ കിട്ടിയ ഒരു ചെറുക്കൻ, ഒത്തിരി നാള് കാത്തിരുന്ന് കിട്ടിയത്. ഇതിനെ സാക്ഷ്യം പറയുവാനായിട്ട് പരമകാരുണികനായ ദൈവം തമ്പുരാൻ നിയോഗിക്കുകയാ. ഒന്ന് ഓർത്തു നോക്കിക്കേ, നല്ല ചങ്കുറുപ്പുള്ള ചെറുപ്പക്കാരൻ ഹെരോദാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ഒരു പാപിയാണെന്ന് വിളിച്ചു പറയുവാനുള്ള തന്റെ ഇടമുള്ള ഈ മനുഷ്യനോട് പറയുകയാണ്, നീ അൾത്താരയിലേക്ക് പോകണ്ട, നീ യാഗം കഴിക്കാൻ പോകണ്ട, നീ വിളക്ക് കത്തിക്കാൻ പോകണ്ട, ഈ കാലം തികഞ്ഞിരിക്കുന്നു. ഈ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഈ 7 പെരുന്നാളുകളും 5 യാഗങ്ങളും ഈ 613 നിയമങ്ങളുടെ തത്വസംഹിതകളും എല്ലാം മാറ്റപ്പെട്ടുകൊണ്ട് ഇത് ഒരുവൻ വിളിച്ചു പറയാൻ പോകുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർമ്മകാണ്ഡങ്ങളല്ല പിന്നെയോ ഒരു മനുഷ്യന്റെ ജീവിതത്തില് മാനസാന്തരമാണ് വാസ്തവമായിട്ട് ആവശ്യമായിട്ടുള്ളത് പ്രസംഗിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു. അതിനു മുന്നോടിയായി സാക്ഷ്യം പറയുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതിന്റെ എല്ലാ ഐഡിയകളും അതിലധിഷ്ഠിതമായിരിക്കുന്ന ആദർശങ്ങളും കടന്നു വരട്ടെ. വിശദീകരിക്കുന്നില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു സാക്ഷ്യം പറയുവാൻ. അവന് യോഹന്നാൻ എന്ന് പേര്. താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന്. ഇനി അവൻ എന്താ സാക്ഷ്യം പറയേണ്ടത്? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയണം. ദൈവമക്കളെ, ഇത് പിന്നെ വീട്ടിൽ പോയിരുന്ന് നിങ്ങൾ ചിന്തിക്കുക. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക. അവിടുത്തെ പള്ളിയിൽ ചൊല്ലുന്ന കുർബാനയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ യാഗത്തെക്കുറിച്ചോ ആടിന്റെ വില 20 വെള്ളിക്കാശാണെന്നോ ഈ തത്വസംഹിതയൊന്നുമല്ല പറയാൻ പറഞ്ഞേക്കണേ. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ 7 മനോഹരമായ വിളക്ക് കത്തിക്കൊണ്ട് ആ വിളക്കൊരിക്കലും കെടുന്നില്ല. അത്രമാത്രം വലിയ കവര വിളക്കുകളും കാഴ്ചയപ്പത്തിന്റെ മേശകളും, അങ്ങനെ സ്വർണ്ണഖചിതമായ മനോഹരമായ യെരൂശലേമിൻ ദേവാലയം അവിടെ എപ്പോഴും പ്രകാശപൂരിതമാണ് എന്നുള്ളതാണ്. ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ പ്രകാശപൂരിതമായിരിക്കുന്ന ഈ യെരൂശലേം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരപ്പന്റെ മകനോട് പറയുകയാ, നീ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന്. എന്ത് വെളിച്ചത്തെക്കുറിച്ച്? ദ ലൈറ്റ് ഓഫ് വേൾഡ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞ മശികനാഥനെ കുറിച്ച് പറയാൻ ഒരുങ്ങി വലിയവനായ ദൈവം സ്വർഗത്തിൽ നയിച്ചിരിക്കുന്ന ഈ അന്ധകാര നിബിഡമായ ലോകത്തില്, ഈ അജ്ഞത നിറഞ്ഞ ലോകത്തില്, മനുഷ്യൻ പാപത്തിന്റെ അന്ധകാരത്തില് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവം സ്വയമായി ദൈവം നിർമ്മിച്ചതായ ദൈവത്തിന്റെ പദ്ധതികളെയും ദൈവസൃഷ്ടിയായ മനുഷ്യൻ അതെല്ലാം മറുതലിച്ചുകൊണ്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ, ലോകത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുമ്പോൾ ഇവനോട് പറയുകയാ, ഇതാ സാക്ഷാൽ വെളിച്ചം സ്വർഗം വിട്ട് ഈ നശ്വരമായ ഭൂമിയിലേക്ക്, ഈ ഇരുണ്ട ഭൂമിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോകുക. എത്രമാത്രം യെരൂശലേമിലെ ദൈവാലയത്തിലെ വിളക്കുകൾ കത്തിയാലും, എത്രമാത്രം ദീപ അലങ്കൃതമായി കഴിഞ്ഞാലും, എത്രമാത്രം സ്വർണ്ണഖചിതമായിട്ട് ഇത് സ്ഥിതി ചെയ്താലും ഇതിന്റെ പ്രകാശമല്ല വേണ്ടത്. മനുഷ്യന്റെ ജീവിതത്തിൽ സാക്ഷാത്തായ ദൈവീക വെളിച്ചം കൊണ്ട് നിറയണം. അതുകൊണ്ട് നീ ലോകത്തോട് പറയണം വെളിച്ചത്തെ കുറിച്ചുള്ള സാക്ഷ്യം. ആമേൻ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവനെ ഏൽപ്പിച്ച. നമുക്കാണെങ്കിൽ എന്തു തോന്നും? എന്റെ കർത്താവേ, ഇതൊരു പോക്കറ്റ് കേസായിപ്പോയി, ഇത് വേണ്ടായിരുന്നു.
അപ്പനെ പോലെ വല്ല പള്ളിയിലെ കുർബാനയും ചൊല്ലി നല്ല ആടൊക്കെ കണ്ടിക്കുമ്പം, പോത്തിനെയൊക്കെ കണ്ടിക്കുമ്പം അറിയാലോ, അതിന്റെ നല്ല കാൽക്കുറവൊക്കെ പള്ളിയിൽ അച്ഛന് കിട്ടും, പുരോഹിതന് കിട്ടും. ഇതൊക്കെ കഴിച്ച് നല്ല നിലയിൽ വല്ലയിടത്തും കഴിയേണ്ട സ്ഥാനത്ത് ചുമ്മാ വഴി നടന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ, എന്ത് വെളിച്ചം, ഏത് വെളിച്ചം, ജനിക്കാൻ പോണേ ഉള്ളൂ, എവിടെയാണോ എനിക്കറിയാൻ പാടില്ല, പറയാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ സമയം വളരെ പരിമിതമാണല്ലോ. 1:15. ഓ ആമേൻ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫസ്റ്റ്, തന്റെ ആദ്യത്തെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആരെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നുവോ അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്, അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. അഭിമാനത്തോടെ പറയുക. ഞാനൊന്ന് പറയട്ടെ, ഈ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനേക്കാൾ സ്റ്റാറ്റസ്, തെറ്റിദ്ധരിക്കരുത്, ലോകപ്രകാരമുള്ള സ്റ്റാറ്റസ്. കാരണം യേശുവിന് തച്ചന്റെ മകനെന്നും സോ ആൻഡ് സോ എന്ന് പറഞ്ഞൊരു ലോകത്തില് നല്ല ഒരു ആഢ്യത്വമുള്ള കുടുംബമാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കുടുംബം, യോഹന്നാന്റെ കുടുംബം. യോഹന്നാനും യേശുവും തമ്മിൽ നമുക്കറിയാം 6 months, 6 മാസത്തെ പ്രായ വ്യത്യാസമാണ്. 6 മാസത്തിന് യോഹന്നാനാണ് മൂത്തത്. പക്ഷെ യോഹന്നാൻ ഇവിടെ പറയുന്ന എന്താണ്? ഇവൻ എനിക്കും മുമ്പേ ഉള്ളവൻ. ഞാൻ ആരെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നുവോ ഈ വെളിച്ചമായ ക്രിസ്തു, അവൻ എനിക്ക് മുമ്പേ ഉള്ളവൻ. ഞാനൊന്ന് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റി, യേശുക്രിസ്തുവിന്റെ അസ്തിത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അത് വിളിച്ചു പറയാത്ത സുവിശേഷത്തിന്റെ സന്ദേശം സുവിശേഷ സന്ദേശമല്ല. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കോണം. സഹോദരിമാരായാലും സഹോദരന്മാരായാലും, നിങ്ങൾ ഇവിടുത്തെ കോൺഫറൻസിലോ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹോദരിമാരുടെ മീറ്റിങ്ങിലോ എവിടെ പ്രഭാഷണം ചെയ്താലും നാം മനസ്സിലാക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ ദൈവമാണ്. അന്ന് വരെ ഈ ലോകത്തിന് മനസ്സിലാകാത്തത്, അന്ന് വരെ മാനവ സമൂഹത്തിന് മനസ്സിലാക്കാത്തത്. ദൈവം എന്ന് പറയുന്നത് കുറെ 10-15 കൈയും കുറെ വലിയ തലയും കുറെ ഭീമാഹാരമായ 300-ൽ ചില്ലുവാനും ഫീറ്റുള്ള ഡയാന രാജകുമാരിയുടെ ആ ഈജിപ്തിലെ മിത്തോളജി പോലുള്ള പ്രതിമകളാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ പ്ലേറ്റോയുടെ അരിസ്റ്റോട്ടിലിന്റെയൊക്കെ തത്വസംഹിതകൾ കേട്ട് ദൈവത്വത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ബോധമനസ്സിൽ സൂക്ഷിക്കുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ അതല്ല ദൈവം. ദൈവം എന്ന് പറയുന്നത് വെളിച്ചമായ ദൈവം ഇതാ വരാനായിട്ട് പോകുന്നു, അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. യേസ്, അഭിമാനത്തോട് ലോകത്തോട് വിളിച്ചു പറയുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനാണ് ദൈവം, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പിതാവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ആമേൻ, ആമേൻ. അത് ലോകത്തോട് വിളിച്ചു പറയണം. ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 1:19. 2 വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവല്ല എന്ന് മറുക്കാതെ ഏറ്റുപറഞ്ഞു. ആരാ? ലേവ്യന്മാരും പുരോഹിതന്മാരും. ലേവ്യന്മാരും പുരോഹിതന്മാരും യോഹന്നാന്റെ അടുക്കലേക്ക് ആളയച്ചു. ഇവൻ ഇനി വല്ല ക്രിസ്തു വല്ലതുമാണോ? ഇവൻ യേശുവാണോ? ഒരു സംശയം. ഒന്ന് ഓർത്തു നോക്കി. ഈ മണ്ടന്മാർക്ക് മുമ്പേ നമ്മൾ കേട്ടതുപോലെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരീശനും ശാസ്ത്രിയും ഈ മൂപ്പനും പ്രമാണിയെല്ലാം കൂടെ, മൂപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ കൂട്ടത്തിലുള്ള മൂപ്പൻ, നമ്മുടെ സഭയിലെ മൂപ്പനല്ല, അവരുടെ കൂട്ടത്തിലുള്ള മൂപ്പൻ. ഈ മൂപ്പൻ എന്താ ചോദിക്കുന്നത്? മൂപ്പന് യാതൊരു വെളിവുമില്ല. എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ മൂപ്പൻ ഇങ്ങനെ ആളെ അയക്കുമോ? യേശു ജനിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു യഹൂദ മതാനുസാരി വായിച്ചിരിക്കണം, തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കണം. നീയോ ബത്ലഹേം എഫ്രാത്ത്, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നീ ഏറ്റവും ചെറുതെങ്കിൽ ഈ മാനവവംശത്തിന്റെ പാപത്തിന്റെ പരിഹാരകൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പഴയ നിയമത്താളുകളിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. ചുമ്മാ തോന്നിവാസം വന്ന ഒരാളല്ല ക്രിസ്തു. അവൻ ജനിക്കുന്നതിന് മുൻപേ അവനെ കുറിച്ച് ലിഖിതങ്ങളുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് മുന്നുകൂട്ടി അറിയിക്കപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട അനുഗ്രഹീതമായ വ്യക്തി പ്രഭാവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇവരിവിടെ ചോദിക്കുന്ന എന്നാണെന്നറിയാമോ? അത് എങ്ങനെയാ? നീ എങ്ങാനും യേശുവാണോ? നീ ക്രിസ്തുവാണോ? ഇങ്ങനെ ഒരു മശീഹ് വരൂന്ന് നിങ്ങൾക്കറിയാം, യഹൂദന്മാർക്കറിയാം. പഴയ നിയമത്തിന്റെ തിരുവെഴുത്തില് രേഖപ്പെടുത്തലനുസരിച്ച് മശീഹ് വരും. അപ്പൊ ഇവര് ശരിയായിട്ട് വേദോത്സവം വായിച്ചാൽ മശീഹ് ജനിക്കുന്നത് ബത്ലഹേമിലാണെന്ന് തിരുവെഴുത്തിലുണ്ട്.
അങ്ങനെയെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ജന്മവും ജീവിതവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ക്രിസ്തുവാണോ എന്ന് ചോദിച്ച ആളെ പറഞ്ഞു വിടാൻ പാടില്ല. അപ്പൊ ഇതുങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവർ ഈ ട്രഡീഷണൽ ആയിട്ട് കുറെ കഥകളും പറഞ്ഞ് കുറെ കാര്യങ്ങളും പറഞ്ഞ് ഈ ആടിനെയും വെട്ടി, കോഴീനെയും വെട്ടി, കുരുകിലിനെയും വെട്ടി, പ്രാവിനെയും വെട്ടി, അതിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുകയെന്നല്ലാതെ യാതൊരു കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നെങ്കിൽ ഈ അച്ഛന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ഈ യോഹന്നാന്റെ അടുക്കിലേക്ക് നീ യേശുവാണോ എന്ന് ചോദിച്ച് പറഞ്ഞ് ആളെ അയക്കുമായിരുന്നില്ല. ഇവിടെ കാണുന്നത് ഞാൻ ക്രിസ്തുവല്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ പദം ഇതാ അനുഗ്രഹത്തോടുകൂടി അവൻ വിളിച്ചു പറയുകയാണ്. അന്നുവരെയും ലോകത്തിന് അജ്ഞാതമായിരുന്ന ക്രിസ്തു, അഭിഷിക്തൻ, ചില കാര്യത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ ഞാൻ ക്രിസ്തു അല്ല എന്ന് അവൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. 1:23. ശബ്ദം മാത്രമാണ്, സൗണ്ട് ഉള്ളി. ഞാനൊരു ശബ്ദം മാത്രമാണ്, എന്റെ പേഴ്സണാലിറ്റി ഇല്ല. ഈ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മുന്നില്, ഈ ദൈവം എനിക്ക് തന്ന കൃപയുടെ മുന്നില്, ഈ ദൈവം എനിക്ക് തന്ന ശക്തിയുടെ മുന്നില് ഞാനൊന്നുമല്ല, ഞാനൊരു ശബ്ദം മാത്രമാണ്. തന്റെ ആ സിൻസിയറിറ്റി, തന്റെ ശുശ്രൂഷയോടുള്ള ആത്മാർത്ഥത, ഞാനത് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ഗുണം അതായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. ദൈവം തന്ന മഹത്വമാണ്, ദൈവം തന്ന മാനമാണ്. ദൈവം ഇത് തന്നില്ലായിരുന്നെങ്കിൽ ആ മുമ്പേ ചിന്തിച്ചതുപോലെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ യേശു തമ്പുരാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങില്ല. പക്ഷെ ഇറങ്ങിയിരുന്നെങ്കിൽ എത്രയോ പാപികൾ പാപത്തിന്റെ ശിക്ഷയായ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്ന കൃപയൊന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ കൈമുതല്. അത് മനസ്സിലാക്കുവാൻ ഇവിടെയാകട്ടെ. ഇവിടെ പറയുന്നത് ഞാനൊരു ശബ്ദം മാത്രമാണ്. ഒരു വലിയ മഹത്വവും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവകാശപ്പെടാനായിട്ടില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും 1:26. അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ലോകപ്രകാരമുള്ള യോഗ്യത ചിന്തിക്കുമ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിൽ കുറേയധികം യോഗ്യതകളുണ്ട്. പക്ഷെ യോഹന്നാൻ പറയുന്നത് ഒരു അടിമയേക്കാൾ, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വീട്ടിലേക്ക് ഒരു വലിയ മനുഷ്യൻ കയറി വരുവാണെങ്കിൽ തന്റെ സ്റ്റാറ്റസിന് ചേർന്നതാണെങ്കിൽ ആ വീട്ടുടമയും തന്നെ ചെന്ന് കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഒഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് ഈ വീഞ്ഞാക്കി തീർത്തത്. വീഞ്ഞ് അതിലാണ് നിറച്ചത്. അപ്പോൾ തന്നേക്കാളും താഴെ ഒരാളാ വരുന്നതെങ്കിൽ തന്റെ വേലക്കാരനെയാണ് അയക്കുന്നത്. ഇനി അതിലും കുറഞ്ഞ ആളാ വരുന്നതെങ്കിൽ യഹൂദന്മാരുടെ റൂളാണ് പറയുന്നത്, ഒരു തീരെ പാവപ്പെട്ട ഒരു അടിമ, അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയൊരു അടിമേനെ വിടും. അടിമ ചെന്ന് കാലിൽ വെള്ളം ഒഴിച്ച് ആ ചെരുപ്പും പിടിച്ച് ഇങ്ങനെ വരുന്ന ഒരു രംഗമാണ്. എന്നിട്ടാണ് യഹൂദന്റെ വീട്ടിലേക്ക് കയറുന്നത്. ഇതാണ് ജൗസിന്റെ ആ നിലയിലുള്ളതായ നിയമാവലി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നത് എന്താണ്? യോഹന്നാൻ അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ, ചെരുപ്പ് ചുമക്കാനല്ല, ആ ചെരുപ്പിന്റെ ആ വാറ് അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ലോക്കഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം ഹംബിൾ ആൻഡ് സിമ്പിൾ ആൻഡ് സിൻസിയറിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണമാണ് യോഹന്നാനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് അതിന് പോലും ഞാൻ യോഗ്യനല്ല. 1:29. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ബിഫോർ ദ ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാട്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രമേയമാണ് പറയുന്നത്. അന്നുവരെ അപ്പന് ഈ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുക. ആര്? പ്രീസ്റ്റ് സകരിയാവ് യാഗയോഗാദികൾ ചെയ്തുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ നിൽക്കുന്ന അതിന്റെ ഏതെങ്കിലും ഒരു ഓഹരിയൊക്കെ കുഞ്ഞുനാളില് ചിലപ്പോൾ പുള്ളിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളീനെ വളർത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില്ലറയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഏതായി കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൻ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുകയാ, അപ്പൻ അവിടെ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന എന്റെ അപ്പൻ കഴിക്കുന്ന യാഗമല്ല. ഇതിന്റെ അർത്ഥം അതാണ്. ഇതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുനാഥനെ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പോവുകയാണ്.
നൂറ്റാണ്ടുകൾക്ക് മുൻപ് അബ്രാഹാം അപ്പനും മോനും കൂടെ തീയും കത്തിയും വിറകുമെടുത്ത് മോറിയായുടെ താഴ്വാരങ്ങളിലൂടെ പോകുമ്പോൾ ഇസഹാക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പാ, തീയും കത്തിയും വിറകുമുണ്ട്, എന്നാൽ യാഗത്തിനുള്ള ആടെവിടെ? കുഞ്ഞുനാൾ മുതലേ അപ്പൻ യാഗം കഴിക്കുന്നത് ഈ കൊച്ചൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മക്കളത് കാണണം, അവരത് പഠിക്കണം, അവരിലൂടെ അത് പകർത്തപ്പെടാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ടാണ് ഇസഹാക്ക് ചോദിച്ചത്, അപ്പാ, ആടെവിടെ? നീണ്ട നൂറ്റാണ്ടുകൾ അൽത്താരകളും ബലിപീഠങ്ങളും ഒരു യാഗമൃഗത്തെ അന്വേഷിച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ശാശ്വതമായൊരു യാഗം എങ്ങനെയാണ്, ആരിലൂടെയാണ്, ഏത് വിധേനയാണ്? നിരവധി യാഗയോഗാദികൾ, അർപ്പണതർപ്പണങ്ങൾ അതിനു മുമ്പ് നടന്നുപോയി. പക്ഷേ അവയെല്ലാം തെറ്റാണ്. എന്നാൽ സാക്ഷാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള ഒരു യാഗ കുഞ്ഞാട്, അത് ഇവൻ മാത്രമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ ചങ്കുറുപ്പുള്ളവനാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രസന്റേഷൻ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ യോഹന്നാൻ അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഓർത്തോണം, ഈ അച്ഛന്മാരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ, പുരോഹിതന്മാരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ പുള്ളിനെ വേണമെങ്കിൽ തല്ലിക്കൊന്നു കളയും. അപ്പനും കൂടുക കൂടെ. കാരണം ഈ അപ്പൻ അവിടെ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. ഇതെല്ലാം തെറ്റാ, അപ്പന്റെ യാഗം തെറ്റാ. ആശയം മനസ്സിലായല്ലോ, വിശദീകരിക്കേണ്ട. നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരട്ടെ. 1-2 വാക്യം കൊണ്ട് വായിച്ച് നമ്മുടെ സമയം തീർന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. 1:34. ഓ, ആമേൻ, ആമേൻ. അവിടെ കാണുന്നത്, അങ്ങനെ ഞാൻ കാണുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. എവിടെ വെച്ച്? യോർദാന്റെ തീരത്ത് വെച്ച്. എന്ത്? സകല മാതൃകയും. നമുക്കവൻ നല്ലൊരു മാതൃക വെച്ചേച്ചു പോയി. രക്ഷിക്കപ്പെട്ട വ്യക്തി, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തി. ചില സഭകളൊക്കെ പഠിപ്പിക്കും, ചില മതങ്ങളും ക്രിസ്തീയ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കും. എന്താ? ദൈവത്തെ അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും ചെയ്യണ്ട. തെറ്റാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. എന്താ? രക്ഷിക്കപ്പെട്ടവൻ, യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചവൾ സ്നാനപ്പെടുക തന്നെ വേണം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഒരു മാതൃകയായിട്ട് യേശു തമ്പുരാൻ സ്നാനപ്പെടുകയാണ്. അത് വിശ്വാസ സ്നാനമല്ല. യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു. ഈ മാതൃക വെക്കുന്ന സമയത്ത് സ്വർഗം തുറന്നിട്ട് സർട്ടിഫൈ ചെയ്തു. എന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എത്ര മനോഹരമാണ്! ഇവൻ എന്റെ പ്രിയപുത്രൻ. സ്നാനപ്പെടുന്ന സമയത്ത് അന്നുവരെയും ലോകം കേട്ടിട്ടില്ല ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ഒരു വേർഡ് പോലും ലോകത്തിന് അന്യമാ. അവിടെയുള്ള ആൾത്താരകൾക്ക്, ബലിപീഠങ്ങൾക്ക്, പുരോഹിതന്മാർക്കൊന്നും ദൈവത്തിന്റെ ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ അന്യമായൊരു ചിന്തയാ. അതവർക്ക് അറിയില്ല. പക്ഷെ സ്വർഗം പറഞ്ഞു ദൈവത്തിന്റെ പുത്രൻ. ഞാനൊന്ന് പറയട്ടെ, എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും കേട്ടാൽ, ദൈവ തിരുവെഴുത്തിന്ന് പഠിച്ചാൽ അത് നമ്മുടെ തലച്ചോറിൽ ഇരിക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. യോഹന്നാൻ ആ യോർദാന്റെ പുളിനങ്ങളിൽ വെച്ച് ഈ മനോഹരമായ സ്വർഗീയ സന്ദേശം കേട്ടിട്ട് അവൻ അത് മറന്നു പോകുകയല്ല ചെയ്തത്. അന്ന് കേട്ടത് അവൻ വിളിച്ചു പറഞ്ഞു ലോകത്തോട്. സാക്ഷ്യം പറയാനായിട്ടാ വന്നത്. സാക്ഷ്യം പറയാൻ വന്നവൻ സ്വർഗം പറഞ്ഞ സാക്ഷ്യം അവനത് ഏറ്റു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവപുത്രൻ. തല്ലിക്കൊല്ലണി, കൊന്നോട്ടം നോർത്താ പറഞ്ഞ. അന്ന് വരെ ആരും കേട്ടിട്ടില്ല, അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലെ മാലാക വന്നിട്ട് മറിയത്തോട് പറഞ്ഞു, നിന്നിൽ നിന്ന് ജനിക്കുന്ന ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു ഫ്യൂച്ചർ ടെൻസിലിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവപുത്രൻ ആര് വിളിച്ചു? സ്വർഗം വിളിച്ചു. അത് കേട്ടിട്ട് ആരേറ്റു പറഞ്ഞു? ജോൺ ദ ബാപ്റ്റിസ്റ്റ് മാത്രം. മാനവ ചരിത്രത്തിൽ ആദ്യമായി ഈ യേശു, ഞാൻ ആരെ കുറിച്ച് സാക്ഷ്യം പറയുന്നുവോ, ലോകം വെറുത്ത്, കൂട്ടം വെറുത്ത്, കുലം വെറുത്ത്, അച്ഛന്റെ ചെറുക്കനെന്ന് ലോകം പരിഹസിക്കുന്ന ഈ മശികനാഥൻ, അവൻ മാത്രം ദൈവത്തിന്റെ പുത്രൻ. അത് ലോകത്തോട് പറയുന്നതിൽ അഭിമാനം കൊണ്ടു. 1:36 നമുക്ക് അവസാനിപ്പിക്കാം. 1:36. ദൈവനാമം മാത്രം. ഓക്കെ. വീണ്ടും യോഹന്നാൻ ഒരു ദിവസം സുവിശേഷം പ്രസംഗിച്ചിട്ട് ഒരു ദിവസം ഒരു പരസ്യയോഗം നടത്തി. എല്ലാവരും കൂടെ കൂടി, നിങ്ങൾ സഹോദരിമാരൊക്കെ, സഹോദരിമാർക്കും പരസ്യയോഗത്തിന് നിന്നൊന്നും ഓർത്ത് ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ. എല്ലാവരും കൂടെ കൂടി നിന്നു, പിന്നെ തീർത്തു. അപ്പൊ ആരാണ്ടൊക്കെ പറഞ്ഞു, എന്താ സഹോദരിമാര് കാതിലും ഇല്ല കഴുത്തിലും ഇല്ല ഒക്കെ അങ്ങോട്ടേ കവലയ്ക്ക് നിന്നുകൊണ്ട് ഏതാണ്ട് തമ്പേറ് കൂട്ടുന്നു, ബഹളം വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സഹോദരിമാരെ ഒഴിവാക്കി.
പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ചായന്മാർക്ക് തോന്നിയേ ഇത് ശരിയാവില്ല, നമ്മൾ വലിയ എക്സിക്യൂട്ടീവ് ജെയ്സൺ സാറിന് തോന്നുവാണ് ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ഈ വഴിയിലൊക്കെ നിന്ന് എങ്ങനെയാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനും, ഞാൻ ചുമ്മാ പറയുന്നതാണ്, പുള്ളിക്കാരനും അതിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഓരോരുത്തർ മാറിപ്പോയി. പിന്നെ പാവം പിടിച്ച 2-3 ഈ 50 രൂപയുടെ ഉപദേശിമാരെന്ന് പറയുന്നത് പോലെ 2-3 എണ്ണന്മാരിങ്ങനെ നിന്നുകൊണ്ട് കരിക്കട്ട പോലെയൊക്കെ ഉള്ളത് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവും. വല്ലവരും കേൾക്കുവോ? ഒരു മനുഷ്യനും കേൾക്കുകയില്ല. ഞാനെന്ന് പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിസ്തുല സന്ദേശം ലോകത്തോട് വിളിച്ചു പറയണം. യോഹന്നാൻ ഒരു ദിവസം കൊണ്ട് പറച്ചിൽ നിർത്തിയില്ല. ഒരു ദിവസം കൊണ്ട് പറഞ്ഞിട്ട് വലിയ ഗുണം കണ്ടില്ലെന്ന് തോന്നി. പിന്നെയും പറഞ്ഞു, കാരണം സാക്ഷ്യം പറയാനായിട്ട് വന്നത്. അവനെ സ്വർഗമാണ് ഈ ജോലിക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിലും മലാക്കിയുടെ പ്രവചനത്തിലും രേഖപ്പെടുത്തപ്പെട്ട് ദൈവം പൂർണ്ണരായി ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുനാഥന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചത്. അവന് മനസ്സിലായി, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു ദിവസം കൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് മാനസാന്തരം ചിലരുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രസംഗം നിർത്തുകയല്ല. പിന്നെയോ പിറ്റേ ദിവസം, അതിന്റെ പിറ്റേ ദിവസം ഇതാ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് കേട്ടപ്പോൾ 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ പോയി. ആമേൻ. ആദ്യത്തെ യേശുവിന്റെ ശിഷ്യന്മാര് ആരൊക്കെയാന്ന് പറയാമോ? എന്തോ? അന്ത്രയോസ്. ഇനി ഒരാളും കണ്ടേണ്ട. യോഹന്നാൻ. ഓക്കെ, താങ്ക് യു. പത്രോസൊക്കെ പിന്നെ ആട്ടോ വന്നേ. ഈ യോഹന്നാൻ. ഇനി ഇവരാരുടെ ശിഷ്യന്മാരായിരുന്നു എന്നറിയാമോ? ഈ യോഹന്നാന്റെ ശിഷ്യന്മാരാ. യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതും പുള്ളിയുടെ ധാർമ്മിക പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു ബുക്ക് തയ്യാറാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അത് പ്രിന്റ് ചെയ്യാൻ പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ കോപ്പി തരാം. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ അന്ത്രയോസും യോഹന്നാനും കൂടെ കൂടി യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. അല്ല, യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. ഇവര് നേരെ ചാടി ആരുടെ കൂട്ടത്തിലേക്ക്? യോഹന്നാന്റെ കൂട്ടത്തിൽ നിന്ന് യേശുവിന്റെ പിന്നാലെ ആദ്യ ശിഷ്യന്മാരായി അവിടെ കൂടുവാനായിട്ട് ഇടവന്നു. ഒന്ന് ഓർത്ത് നോക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വാസ്തവമായി കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ചില നഷ്ടങ്ങളും ചില കഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഒരിക്കലും അങ്ങനല്ല. നിത്യത പുലരുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലാക്കാം. കർത്താവിന് വേണ്ടി ജീവിച്ച് ഈ ലോകത്തിലെ ഭൗമികമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും, ആരെങ്കിലുമൊക്കെ നമ്മളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തി എന്ന് വന്നാലും, ഈ പരമകാരുണികനായ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എനിക്ക് 3 മക്കളാണ്. ഈ 3 ആൺമക്കളും ഇവരെ പള്ളിക്കൂടത്തിൽ വിടാനൊക്കെ ബുദ്ധിമുട്ടിയ കാലത്ത് ബന്ധുക്കളായിട്ടുള്ള നിരവധി പേരുണ്ട്. ഒരു വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഇവരൊക്കെ പറഞ്ഞു, ഈ പിള്ളേരെ കൊണ്ട് നടന്ന്, ഈ പിള്ളേരെ മാമോദീസ മുക്കിയിട്ടില്ലല്ലോ, ചെറുപ്പത്തിലെ മാമോദീസ മുക്കിയിട്ടില്ല. മാമോദീസ മുക്കാത്തത് കൊണ്ട് ഇതുങ്ങളൊക്കെ എവിടെ പോകും? ഇതുങ്ങളെ ഇവൻ എങ്ങനെ പഠിപ്പിക്കും? ഞാനൊന്ന് പറയട്ടെ, എന്റെ മക്കൾക്ക് 3 പേർക്കും ഒന്നിലധികമുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും സ്വർഗത്തിലെ ദൈവം കൊടുത്തു. ജോലി തേടിക്കൊണ്ട് നടക്കുകയാണ്. നാളെ കർത്താവ് കൊടുക്കും. ജോലി കൊടുത്തില്ലേലും നല്ല വിശ്വാസികളാണ് ദൈവത്തിന്റെ എന്റെ മക്കൾ. ഞാനിത് പറഞ്ഞത് അഭിമാനത്തോടെ പറയട്ടെ. തെണ്ടി തിരിയൂ എന്നൊക്കെ ലോകം പറയും. പക്ഷെ ഈ കർത്താവിനെ കണ്ടവരുടെ ജീവിതത്തിൽ ഒരിക്കലും അതിന് ദൈവം ഇടയാക്കുകയില്ല. ചില നഷ്ടങ്ങൾ നമുക്കുണ്ടായി എന്ന് ചിലപ്പോൾ വന്നേക്കാം. ചില കൂട്ടുകാർ നമ്മെ വിട്ട് കടന്നുപോയേക്കാം. എന്റെ ബന്ധുക്കളായിട്ടുള്ള ചിലരൊക്കെ ഒരു നാളില് ഇവൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിലേക്ക് പോയെന്ന് പറഞ്ഞ് എന്നെ മാറിക്കടന്നു പോയൊരു കാലമുണ്ട്. ഈ പള്ളിയിൽ അച്ഛന്മാരായ ഫാമിലിയിൽപ്പെട്ടവർ വരെ. പക്ഷെ ഇന്ന് അവരുടെ പല പ്രശ്നത്തിനും മധ്യസ്ഥം വഹിക്കാൻ എന്നെ വിളിക്കും. പ്രാർത്ഥിക്കണം, കൊച്ചപ്പനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക, ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നറിയാം. ഞാൻ എന്റെ മിടുക്ക് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ക്ഷമിക്കണം. പരിഹസിച്ചവർ പലരും ഇന്ന് കൂടപ്പുറപ്പുകളെക്കാൾ അധികമായി അവരടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ കാരണം എന്താ? വാസ്തവമായി ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അത് നാം വിശ്വസ്തയോടെ നിറവേറ്റുന്നെങ്കിൽ, കുറവുകളുണ്ടാകാം. മനുഷ്യരല്ലേ, ശരീരം തേജസ്കരിക്കപ്പെട്ടിട്ടില്ലല്ലോ, നമുക്ക് പരിമിതികളേറെയാണ്. എന്നാൽ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി വിജയകരമായൊരു ജീവിതം ചെയ്യാം. യോഹന്നാന് നഷ്ടമുണ്ടായി. അന്ന് വരെ കാത്തു സൂക്ഷിച്ച പാവനമായ ആ ഡിസൈപ്പിൾഷിപ്പ്, അവരൊരു ഗ്യാങ് ആയിരുന്നു. അതിൽ 2 പേര് യേശുവിന്റെ പിന്നാലെ പോയി. പക്ഷെ അവൻ സന്തോഷിച്ചു. എനിക്കെന്ത് നഷ്ടം വന്നോട്ടെ, എൻ്റെ കൂട്ടുകാർ പൊക്കോട്ടെ, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും, യെസ്, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാനൊന്ന് പറയട്ടെ, എൻ്റെ മൂത്ത മകൻ ഒരിക്കലൊരു സ്ഥലത്തൊരു ജോലിക്ക് പോയി. ആ ജോലി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ജോലിയല്ലായിരുന്നു വിശ്വാസികൾക്ക്. അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ചാച്ചാ, ഈ ജോലി നമുക്ക് പറ്റുമോ? നിനക്ക് പറ്റില്ലെന്ന് തോന്നുന്നെങ്കിൽ നീ പോരെ. അവൻ പോന്നു. വളരെ കഷ്ടപ്പെട്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം അവന് ദൈവം തമ്പുരാൻ ഒരു ചെറിയ ജോലി കൊടുത്തു. ആ ജോലി കൊടുത്ത് അവൻ
കൊച്ചിയിൽ നിലനിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നോട്ടീസ് വായിച്ചില്ലേ, എയർപോർട്ട് ബ്രദർ അസംബ്ലി, അവിടെ അവനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജെയിംസ് എം തോമസ് സഭ സ്റ്റാർട്ട് ചെയ്തത്. അവന്റെ പേര് സ്റ്റാൻലി തോമസ് എന്നാണ്. ഞാനിത് പറഞ്ഞത് സിയാലിന്റെ ജോലിക്കാരനല്ല, ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിലും യേശുനാഥന്റെ നിസ്തുല സ്നേഹം നെഞ്ചിലേറ്റാൻ എന്റെ മോനിടയായി. അപ്പൊ ദൈവം അവിടെ നെഗറ്റീവായിട്ട് ചെയ്തു എന്നൊരിക്കൽ തോന്നിയത് അത് പോസിറ്റീവായി കേരളത്തിലേക്ക് തിരിച്ചു വരുവാനും ചെറിയ കാശിനാണെങ്കിലും ഇവിടെ പണിയെടുക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി ജെയിംസിനോടൊപ്പം നിലകൊള്ളുവാൻ ദൈവം അവന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരികളെ, നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, കുഞ്ഞനിയന്മാരെ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്ന് കരുതുന്ന ദൈവമാണ്. ഒന്ന് മാത്രം, സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ സാക്ഷ്യം പറയുക. അടിച്ചു തൂക്കാനാണ് പറയുന്നതെങ്കിൽ അടിച്ചു തൂക്കുക. ഇവിടെ അപ്പം ഒരുക്കി വെക്കാനാ പറയുന്നത്, അത് ചെയ്യുക. ഈ മുറ്റമടിക്കാനാ പറയുന്നതെങ്കിൽ അടിച്ചു നോർത്ത് ഒരു ദോഷവും വരുത്തുകയില്ല. തമ്പുരാൻ കർത്താവ് വഴികളെ നമുക്ക് തുറന്നു തരും. വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ സന്ദേശം നമുക്ക് നെഞ്ചിലേറ്റാം. എന്റെ കർത്താവെ, അങ്ങനെ ഏൽപ്പിച്ച ശുശ്രൂഷ, ഈ നിസ്തുല്യമായ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് സെന്റ് പോൾ പറഞ്ഞതുപോലെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. കാലങ്ങളേറെയില്ല, ജീവിതം ക്ഷണികമാണ്. പാട്ടുകാരൻ പാടിയിട്ടുള്ളതുപോലെ, ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം, ഒരു നാൾ വിട്ടുപിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയ വെറുത്തോർ വിലന നാളറിയും ലോകം. ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു.